ഹലോ, റോസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളൊക്കെ പറഞ്ഞു എന്താണ് സംഭവം, ആരാണ് ഇതിന്റെ പേർഷ്യൻസ് എന്താണ് ഇൻവെന്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ അതിന്റെ കെമിക്കൽ കോമ്പൗണ്ട്സിനെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി റോസിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, എസെൻഷ്യൽ ഓയിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, അതിൽ ഈ ഫ്ലേവനോയിഡ്സ്, ടാനിൻസ്, ടെർപീൻസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടെർപീൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഏതൊരു പെർഫ്യൂമിന്റെ ഉള്ളിലും ഈ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടാവും. അതാണ് നമ്മുടെ ഈ ഒരു റോസിനാണ് എന്ത് സാധനത്തിലാണെങ്കിലും അത് പെർഫ്യൂമിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില സംഭവങ്ങൾ നമുക്ക് അതിനു വേണ്ടി, അതുകൊണ്ടാണ് ഇതേ സംഭവം നമുക്ക് ഇന്റേണലി കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഇതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ അധികം ഇന്റേണലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി ഒരു എന്താ പറയുക ഡോസേജ് ഒക്കെ ഉണ്ട്. ബട്ട് അല്ലാണ്ട് നമ്മൾ ഇന്റേണലി കഴിച്ചാൽ ഇറ്റ് വിൽ ഹാവ് സൈഡ് എഫക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് നോട്ട് ഓൺലി ഫോർ ദി പെർഫ്യൂം, പക്ഷെ അതിന് ന്യൂറോളജിക്കലി ഇതിന് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കിന്നിന്റെ pH ലെവലിന്റെ ബാലൻസ് ചെയ്യും, ഹോർമോൺസിന്റെ ബാലൻസ്, ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് ബാലൻസ് അവർ ഹോർമോൺസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെനോപോസ് സിറ്റുവേഷൻസിൽ ഇപ്പോൾ 45-40 ഒക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം, മെനോപോസ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആങ്സൈറ്റി, ഇമോഷൻസ് ഇതൊക്കെ നമ്മളെല്ലാം ഇറ്റ് ബി ലൈക്ക് കൈൻഡ് ഓഫ് ഇങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യും. ആൻഡ് യൂട്രസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനെയും അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇപ്പോൾ പലതരത്തിലുള്ള മെഷീനുകൾ വരുന്നുണ്ട്. ആ മെഷീനിൽ 1-2 തുള്ളി എന്തെങ്കിലും ഇപ്പോൾ ലാവൻഡർ, റോസ് ഓയിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇഫ് വി ജസ്റ്റ് സിറ്റ് ദെയർ ആൻഡ് മെഡിറ്റേറ്റ് അല്ലെങ്കിൽ ഒന്ന് കിടക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ഫീൽ സോ റിലാക്സ്ഡ്, എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ആൻഡ് നേരത്തെ പറഞ്ഞവർ മുടി വളർച്ചയ്ക്ക്, ആ സ്കാൽപ്പിന്റെ നറിഷ്മെന്റിന്, ബിക്കോസ് റോസ് ഓയിൽ, റോസിന്റെ ഉള്ളിൽ കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, സിങ്ക്, മാംഗനീസ് ഇങ്ങനെ ഒരുപാട് സംഭവം, ഇറ്റ് ഇസ് റിച്ച് ഇൻ ന്യൂട്രീഷൻ. അപ്പൊ റോസ് ഓയിലും റോസ് വാട്ടറും എന്താണ് വ്യത്യാസം? റോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിച്ച് ഇൻ ന്യൂട്രീഷൻ ആൻഡ് അതിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ്. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലി മേക്കപ്പിന്റെ മാതിരിയാണ്. നമ്മുടെ കയ്യിൽ കുഞ്ഞൊരു റോസ് വാട്ടറിന്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ സോപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ ജസ്റ്റ് ഒരു ഇറ്റ് വിൽ ഹെൽപ്പ് യു ഹൈഡ്രേറ്റഡ്, എന്നും നമ്മുടെ മുഖം ഇങ്ങനെ ഒരു ഗ്ലോ ആയിട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബട്ട് ഇതിന്റെ കോമൺ സംഭവം എന്ന് പറഞ്ഞാൽ റോസ് ആണ്. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ആർക്കൊക്കെയാണോ റോസ് ഇഷ്ടം, ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.